ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുഹൃദയം വിചിന്തനം നമുക്ക് തുടരാം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഹൃദയാനന്ദമാണ്, പരമാനന്ദം. നമുക്ക് ഹൃദയാനന്ദമുള്ളവരായി മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോകം തരുന്ന സന്തോഷത്തിനെല്ലാം ഉപരിയായി ആ പരമാനന്ദം, അതിന് വില കൽപ്പിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ചില വിശുദ്ധർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. സ്വർഗത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഭൂമിയിലെ കാര്യങ്ങൾ എത്ര നിസ്സാരമെന്ന് എനിക്ക് മനസ്സിലാകുന്നു. പറയുന്നുണ്ട്, 1 കൊറിന്തോസ് 13:10 പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായത് അസ്തമിക്കും. ഹൃദയാനന്ദം സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോകം തരുന്ന സന്തോഷങ്ങളൊക്കെ വെറും നിസ്സാരമായി കണ്ട് അവ പൗലോസിനെ പോലെ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് 3 ലെവലിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ആ ലെവലിലൊക്കെ ജീവിക്കുന്ന വ്യക്തികളെ നമ്മുടെ ചുറ്റുപാടും കണ്ടെന്നും വരും. ഒന്നാമത്തെ ലെവലിലുള്ളവരാണ് സുഖേച്ഛ തേടി ജീവിക്കുന്നവർ, പ്ലഷർ സീക്കേഴ്സ്. അവർക്കെപ്പോഴും സുഖം, അവർക്ക് ഈ ജീവിതത്തിൽ പ്ലഷർ അനുഭവിക്കാൻ പറ്റും. അതല്ലാതെ അതിനുപരിയായിട്ട് യാതൊരു ചിന്തയും വരാത്തവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു മൃഗങ്ങളുടെ ലെവലിൽ ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. ഇംഗ്ലീഷിൽ ഇതിനെ ഹെഡോണിസം എന്നും പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ഞാൻ എന്ത് ചെയ്താലും എനിക്ക് സുഖം വേണം. അങ്ങനെ സുഖത്തിൻ്റെ ആ ലോകത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്ന, അവിടെ കെട്ടിയിട്ടതുപോലെ കിടക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെന്നു വരും. എഫേസസ് 4:18 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവരായി മാറും, അവര് മനസ്സ് മരവിച്ചവരായി മാറും. 3-ാമത്തെ കാര്യം, എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ അവർ മുഴുകും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് വരും ഈ സുഖേച്ഛ തേടി പോകുന്നവരാണ് നമ്മളെങ്കിൽ. 2-ാമത്തെ ഒരു ലെവലാണ് സന്തോഷം ലക്ഷ്യം വയ്ക്കുന്നവർ. ഹാപ്പിനെസ് ഈസ് എ എയിം. സന്തോഷം ലക്ഷ്യം വയ്ക്കുന്നവർ. സന്തോഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ലോകം തരുന്ന സന്തോഷമുണ്ട്, അതുപോലെ ചില വ്യക്തികൾക്ക് നൽകാൻ പറ്റുന്ന സന്തോഷം, അതെല്ലാം സന്തോഷമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്രിസ്ത്യാനികളുടെ മുഖമുദ്രയായി മാറേണ്ട ഒരു കാര്യമാണ് സന്തോഷം. ഫിലിപ്പിയർ 4 മുതൽ വായിക്കുമ്പോൾ, എപ്പോഴും സന്തോഷിക്കുവിൻ, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ സന്തോഷിക്കുവിൻ എന്നാണ് ക്രിസ്ത്യാനികൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. യോഹന്നാന്റെ സുവിശേഷം 14 നമ്മൾ കാണുന്നുണ്ട്, സമാധാനം, ഫ്ലീറ്റിംഗ് സമാധാനമുണ്ട്, നിലനിൽക്കുന്ന സമാധാനമുണ്ട്. എന്ന് പറഞ്ഞാൽ മാഞ്ഞു പോകുന്ന സമാധാനം, നിലനിൽക്കുന്ന സമാധാനം. അതുപോലെ തന്നെ സന്തോഷം, ഫ്ലീറ്റിംഗ് ഹാപ്പിനെസ്, താൽക്കാലികമായിട്ട് മാത്രം നമുക്ക് സന്തോഷം തരുന്നത്, അതിനുശേഷം അത് മാഞ്ഞു പോകുന്ന ഒരു കാര്യം. പറയുന്നുണ്ട്, മാഞ്ഞു പോകാത്ത നിലനിൽക്കുന്ന സന്തോഷം, അതാണ് ദൈവമക്കൾ ലക്ഷ്യം വെക്കേണ്ടത്. 3-ാമത്തെ ലെവലാണ് ഹൃദയാനന്ദം. നമ്മൾ കണ്ടല്ലോ, അതാണ് പരമാനന്ദം എന്ന് പറയുന്നത്, ഹൃദയാനന്ദം. ഇതേക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പ്രഭാഷകൻ 30:16 വായിച്ചാൽ, ഹൃദയാനന്ദം പോലെ വലിയൊരു സന്തോഷമില്ല. സന്തോഷത്തിനെല്ലാം ഉപരിയായി നിൽക്കുന്നതാണ് ഹൃദയാനന്ദം എന്നുള്ളത് ഈ വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുക. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നാം ഏത് സാഹചര്യത്തിലും ആനന്ദിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന യാഥാർത്ഥ്യമാണ്. അത് സാധ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും നിങ്ങൾ ഈ ആനന്ദം കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. മത്തായി 5:11 മുതൽ വായിക്കുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ ആനന്ദിച്ചാഹ്ലാദിക്കുക. അത് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും. നമ്മൾ കാണുന്നുണ്ട്, അപ്പസ്തോലന്മാർ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അവരതിൽ ആനന്ദിച്ച് ദൈവത്തിന് നന്ദി പറയുന്നത് അപ്പസ്തോല പ്രവർത്തനം
5-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വചനം വായിച്ചാൽ അവിടെ കാണാൻ പറ്റും. പ്രഭാഷകൻ 30:22 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സുമാണ്. പറയുണ്ട്, ഇത് സ്വന്തമാക്കാൻ നമ്മൾ അക്ഷീണം പരിശ്രമിക്കണം, ഒരുപാട് പ്രാർത്ഥിക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയണം, ആനന്ദിക്കാൻ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, അതിന് ശരിയായ ഒരു ഹൃദയം വേണം. രണ്ടാമത്തെ കാര്യം, ദൈവ സാന്നിധ്യം നമുക്ക് ആനന്ദം പകരും. സങ്കീർത്തനം 16:11 വായിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത. മൂന്നാമത്തെ കാര്യം, പാപരഹിത ജീവിതം നയിക്കുന്നവർക്കാണ് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് ഈ ആത്മീയ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചെന്ന് വരില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് സഭ നവീകരിക്കപ്പെടുക എന്നുള്ള കാര്യമാണ്. നമുക്ക് സഭയെ നയിക്കുന്ന സഭയുടെ മേലധികാരികളെയും എല്ലാ സഭാംഗങ്ങളെയും ഈ നവീകരണത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങയെപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.